ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ പ്രത്യേകത എന്താണെന്നോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ധാരാളമായിട്ട്, അതായത് മതമൈത്രി നമ്മൾക്ക് ധാരാളമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ എല്ലാ തരം മതസ്ഥരും വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഓരോ വിഭാഗത്തിനും അതിൻ്റേതായ പ്രത്യേകതകൾ ഭക്ഷണ കാര്യത്തിലുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹിന്ദുക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ചില ഭാഗങ്ങളിൽ, അപ്പോൾ ശരിക്കും നമുക്ക് ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റി എല്ലാം ഹിന്ദു വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ബ്രാഹ്മണ സമുദായത്തിൻ്റെ പ്രത്യേകതകളായ ഒരുപാട് വിഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഒരു വിഭവമാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. ഇതൊരു അടയാണ്, ബ്രാഹ്മിൻസ് അടയാണിത്. ഇത് അവർ പറയുന്നത് നോമ്പട എന്നാണ് പറയുന്നത്, നോമ്പട. ഇത് സാവിത്രി നോമ്പിനോട് അനുബന്ധിച്ച് ഉണ്ടാക്കുന്ന ഒരു അടയാണ്. സാവിത്രി നോമ്പെന്ന് പറയുമ്പോൾ സത്യവാൻ സാവിത്രി കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭർത്താവിൻ്റെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വനിതയാണ്, അല്ലെങ്കിൽ ഒരു ധർമ്മപത്നിയാണ് സാവിത്രി. അതുപോലെ ഭർത്താക്കന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീകൾ വീട്ടിലെ പുരുഷന്മാർക്ക് ദീർഘായുസ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം. അപ്പോൾ ഇത് മഞ്ഞച്ചരട് പൂജിച്ച് കഴുത്തിലിടുന്ന, അല്ലെങ്കിൽ മഞ്ഞച്ചരട് മാറ്റുന്ന ഒരു സമയം കൂടിയാണിത് എല്ലാ വർഷവും, ഈ സാവിത്രി നോയമ്പെന്ന് പറയുമ്പോൾ. അപ്പോൾ ആ സമയം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പൂജാമുറിയെല്ലാം കഴുകി വൃത്തിയാക്കി കോലമിട്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് 18 മുഴം ചേലയും കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇത് സാധാരണ വരുന്നത് മാർച്ച് 15-നോടനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഈ സാവിത്രി നോമ്പ് വരുന്നത്. അപ്പോൾ വാദ്യാർ നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കും ഏതാണ് കറക്റ്റ് മുഹൂർത്തം എന്നുള്ളത്. അപ്പോൾ ആ മുഹൂർത്ത സമയത്താണ് ഈ നോമ്പ് അവർ ആചരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഇലയിൽ വെറ്റയും മഞ്ഞച്ചരടും കുറേ പഴവും ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് പൂജാതി കാര്യങ്ങൾ വെച്ചിട്ട് അക്കൂട്ടത്തിൽ ഒരു അട ഉണ്ടാക്കി വയ്ക്കും, 2 അടയും വയ്ക്കും. അതാണ് നോമ്പട. അപ്പോൾ ഈ പൂജയെല്ലാം ചെയ്ത് ആ നോമ്പടയും കഴിച്ചിട്ടാണ് ഈ മഞ്ഞച്ചരട് മാറ്റുന്ന ചടങ്ങ്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് ഈ സാവിത്രി നോമ്പട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വറുത്ത അരിമാവ് 2 കപ്പ്, ശർക്കര ചീകിയത് 2 കപ്പ്, വെള്ളം 3 കപ്പ്, പെരുമ്പയർ വേവിച്ചത് 3/4 കപ്പ്, ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, തേങ്ങ ചിരകിയത് 1 കപ്പ്, നെയ്യ് ആവശ്യത്തിന്. അപ്പം നോമ്പട നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നല്ല അരിമാവ്, അതായത് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് പൊടിപ്പിച്ച് എടുത്തത്, അപ്പത്തിനൊക്കെ അരിക്കുന്ന അരിപ്പയിലൂടെ അരിച്ചെടുത്തത്, നല്ല മൂക്കുന്ന രീതിയിൽ വറുത്തെടുക്കണം. അപ്പോൾ നല്ല മൂപ്പിച്ച് വറുത്ത അരിപ്പൊടി അതിവിടെ ഒരു 2 കപ്പ് ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര ചീകിയത് 2 കപ്പ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കണം. അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ഒരു നൂൽ പാവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല, വെറുതെ ഉരുക്കി അരിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് ശർക്കര ചീകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 കപ്പ് വെള്ളമാണ് ഇതിന് ടോട്ടലായിട്ട്, അത് ആകെ മൊത്തം വേണ്ടത്. അതിൽ കുറച്ച് വെള്ളം, ഇതിപ്പോൾ 3 കപ്പ് ഞാൻ അളന്ന് വെച്ചിരിക്കുകയാണ്, കുറച്ച് കൂടുതൽ വെള്ളം, ഏതാണ്ട് 1 കപ്പോളം വെള്ളം നമുക്ക് ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി ലൂസായി കഴിഞ്ഞിട്ട് അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ എല്ലാം പൊടിയും അഴുക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയിരിക്കുന്ന 2 കപ്പ് വെള്ളവും കൂടി ആ ശർക്കര വെള്ളത്തിൻ്റെ, ആ ഉരുക്കിയ ശർക്കരയുടെ കൂടെ ഒഴിച്ച് അതൊരു ശർക്കര വെള്ളമാക്കി മാറ്റണം. എന്നിട്ട് വീണ്ടും നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിക്കും. അപ്പോൾ ആദ്യം ഒന്ന് ഈ ശർക്കര ഒന്ന് ഉരുകി കിട്ടണം, അലിഞ്ഞ് വരണം. പെട്ടെന്ന് തന്നെ ശരിയാകും, അധികം സമയമൊന്നും വേണ്ട. ഇത് ഉരുകി കിട്ടുന്ന സമയം, അത് കഴിഞ്ഞിട്ട് ശർക്കര വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയം, അത്രേ ആവശ്യമുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി കഴിഞ്ഞു, നന്നായിട്ട് തിളയും വന്നു കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചു മാറ്റാം. കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കണ്ടല്ലോ, അതെല്ലാം മാറിക്കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഒരു കാര്യം, അപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കി അരിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന 2 കപ്പ് വെള്ളം, അങ്ങനെ ശർക്കര വെള്ളം റെഡിയായി. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്, വീണ്ടും അടുപ്പ് കത്തിക്കുന്നു, മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുന്നു, ചുവട് കെട്ടിയുള്ളൊരു പാത്രം. എന്നിട്ട് ഈ ശർക്കര വെള്ളം, അതായത് 2 കപ്പ് ശർക്കര ചീകിയതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ ഇളക്കി അത് നന്നായിട്ട് അലിയിച്ച് ഒരു തിള വന്നു കഴിഞ്ഞിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുത്തു. അതിലേക്ക് വീണ്ടും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇങ്ങനെ ലൂസായിട്ടുള്ള ശർക്കര, ഈ മധുര വെള്ളം തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഈ ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇനി ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം, ഇതൊന്ന് തിള വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കര വെള്ളം നന്നായിട്ട് തിള വന്നു കഴിഞ്ഞു, നന്നായിട്ട് തിളച്ചു തുടങ്ങി. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാൻ പോകും. എന്നിട്ട് ഇതിലേക്ക് ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന അരിപ്പൊടി ഒരു തടി തവി എടുക്കുക കയ്യിൽ. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഈ മാവ് തട്ടി കൊടുക്കുക. നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്.
കൈ എടുക്കാണ്ട് ഇളക്കണം, കട്ടയില്ലാണ്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം, ടൈറ്റാക്കി എടുക്കണം. ഇതിൻ്റെ കൂടെ തീ ഒരൽപ്പം കുറയ്ക്കാം. ഈ പയർ വേവിച്ചതും കൂടി ചേർക്കാം, പെരും പയർ വേവിച്ചത്. അപ്പോൾ ഈ ഒരു ഇളക്കലോട് കൂടി തന്നെ മാവ് ഏതാണ്ടൊക്കെ വെന്ത് കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മൾ പയറും ചേർത്ത് കഴിക്കും. ഞാൻ ഉപയോഗിച്ച ശർക്കര കുറച്ച് വെള്ള ശർക്കരയാണ്, അതുകൊണ്ട് കുറച്ച് കളർ കുറവാണ്. പക്ഷെ കുറച്ചുകൂടി ഇരുണ്ട ശർക്കര ആണെങ്കിൽ ഇച്ചിരി കൂടി നിറം കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഏതാണ്ട് 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി ഇളക്കി നല്ല ടൈറ്റാക്കി എടുക്കാം. ഇപ്പം നല്ല ഏലക്കയുടെ മണവും കൂടി വന്നു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു പാകം, ഇത് ഇങ്ങനെ ഉരുണ്ട് വരുന്നൊരു പാകം, ഇതൊരു ബോളായിട്ട് മാറണം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റാകും. അപ്പം തടിത്തവി തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മളിങ്ങനെ ഇളക്കിയെടുക്കും. കണ്ടല്ലോ, അതെ ഏതാണ്ടൊരു ബോളായി വരുന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ബലം വേണം ഇനി ഇളക്കാൻ. ഏകദേശം ആയി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. കണ്ടല്ലോ, ശരിക്കും ഒരു പന്ത് മാതിരി ആയി വന്നു. കണ്ടില്ലേ, നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകം. ഇനി ഒരല്പം ഒന്ന് തണുത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി ഒരല്പം നെയ്യ് വേണമെങ്കിൽ ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ്. അപ്പോൾ നമ്മുടെ കുറുക്കിയെടുത്ത മാവ് നല്ല കട്ടിയായ ഫോമിലായി. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, കുറച്ചൊന്ന് തണുക്കാനായിട്ട്, എനിക്ക് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിന്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ഒരു ഇലയിൽ വെച്ചൊന്ന് പരത്തി, അത് ചെറിയ ചെറിയ ഉരുളകളെടുക്കുക, ഇലയിൽ വെച്ച് പരത്തി ഒരു ഷേപ്പാക്കിയിട്ട് നമ്മൾ ആവിയിൽ വെച്ച് ഒരു 5 മുതൽ 10 മിനിറ്റിനകം വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്ന ആവിയിൽ വേവിക്കും. അപ്പോൾ ഒരു സ്റ്റീമർ ഞാൻ അടുപ്പിലേക്ക് വെച്ചു, അതൊന്ന് കത്തിക്കാം. എന്തായാലും അതിലുള്ള വെള്ളം ഒന്ന് തിളച്ചു തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീമറിനകത്തേക്ക് ഒഴിഞ്ഞേക്കാം. പിന്നെ ഇനി വേണ്ടത് ഇലയാണ്, വാഴയില. വാഴയിലയിലാണല്ലോ പരത്തുന്നത്. അപ്പോൾ വാഴയില ഇങ്ങനെ പീസസ് ആക്കി എടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കയ്യിൽ ഒരല്പം നെയ്യ് തടവിയിട്ട് ചെറിയ ചെറിയ ഉരുള, ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ഉരുള ഉരുട്ടുക. എന്നിട്ട് ഈ ഇലയിലേക്ക് ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തും. ഇത് മതി, ഇത്ര മതി. എന്നിട്ട് നടുക്കൊരു ഇങ്ങനൊരു ഓട്ടയിടും. അപ്പോൾ ഒരു ചെറിയ എന്താ പറയുക, ഉഴുന്നുവട മാതിരി, പിന്നെ അതിരസമൊക്കെ ചെയ്യില്ല, അതുപോലെ ചെറിയൊരു ഹോൾ. ഇതാണ് ഷേപ്പ്, ഇതാണ് നമ്മുടെ അടയുടെ ഷേപ്പ്. ഈ രീതിയിലാണ് ഈ ബാക്കിയിരിക്കുന്ന കംപ്ലീറ്റ് മാവ് കൊണ്ട് ഈ ഇലയിലെല്ലാം ഇങ്ങനെ അട തട്ടി വയ്ക്കും. കണ്ടല്ലോ റൗണ്ട് ഷേപ്പ്. ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ, വൻപയർ വേവിച്ചത്. നല്ല രസമുണ്ടല്ലേ. ഇങ്ങനെ നമുക്കൊരു ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു ഷേപ്പാണ്, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും സാധിക്കും. ഇത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരുടെ കൂടെ ഇരുന്ന് പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ ചെറിയ കുട്ടികൾ തൊട്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങാം. എളുപ്പം കഴിയുന്ന കാര്യമാണ്, ഒരുപാടുമില്ല. ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞതാണല്ലോ, അതുകൊണ്ട് തന്നെ സ്റ്റീമറിൽ ഒരു 5 മുതൽ 7 മിനിറ്റ് സമയം തന്നെ ധാരാളം മതിയാകും. അത്ര ആവി കയറ്റുമ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്ന എല്ലാം തന്നെ ഇതുപോലെ ഞാൻ പരത്തിയെടുക്കാൻ പോകണം. സ്ഫടിക പാത്രങ്ങൾ ഗ്ലാസ് പാത്രങ്ങളെക്കാൾ മൃദുവാണ്, പോറൽ വീഴാൻ സാധ്യതയുള്ളതുമാണ്. കൂടുതൽ ചൂട് താങ്ങാൻ അവയ്ക്ക് കഴിയില്ല. അവയെ സിങ്കിലിട്ട് വയ്ക്കാനും പാടില്ല. ടവൽ സോപ്പ് ലായനിയിൽ മുക്കി ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുന്നതാണ് അവയുടെ തിളക്കം നിലനിർത്താൻ ഏറ്റവും നല്ല മാർഗം. എന്നിട്ട് മൃദുവായ പ്രതലത്തിൽ ഉണങ്ങാൻ വയ്ക്കുക. ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ പാത്രം കഴുകാൻ പാടില്ല. നമ്മുടെ സ്റ്റീമർ നന്നായിട്ട് സ്റ്റീം വന്ന് തുടങ്ങി. ഞാൻ ഈ അടുപ്പൊന്ന് മാറ്റാൻ പോവാണ്. കുറച്ചുകൂടി ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇത് നല്ല ഫ്ലെയിമാണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ കൂടുതലാണ്. ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന അടയെല്ലാം
ഒന്നിന് മുകളിലൊന്നും വെച്ചാലും കുഴപ്പമില്ല, നമ്മൾ ഇല മടക്കുന്നില്ല, മുകളിൽ ഇങ്ങനെ വയ്ക്കുക. അപ്പം ഇങ്ങനെ ഒന്നിന് മുകളിലായിട്ട് അടുക്കിയിട്ട് അടയ്ക്കുക. ഇനി ഒരു 5 മുതൽ 7 മിനിറ്റ് സമയം വരെ ഒന്ന് സ്റ്റീം കയറട്ടെ, അപ്പോഴത്തേക്ക് നമ്മുടെ അട റെഡിയാകും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അടയെല്ലാം ആവിയെല്ലാം കയറി പാകത്തിന് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. ഇത്ര സ്റ്റീമിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് കറക്റ്റായിട്ട് സ്റ്റീംഡ് ആയി കഴിഞ്ഞു. ഇനി ഇതെല്ലാം മാറ്റിയിട്ട് ഇനി ബാക്കിയും കൂടി ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് പ്ലേറ്റ്സിൽ, ഇലയുടെ മുകളിലായിട്ട്. അത് ഇതിനകത്തേക്ക് തിരിച്ചു വയ്ക്കും. അപ്പോൾ ഇത് വേവിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു കാര്യം, ആ ഒരു ഷേപ്പൊന്നും മാറ്റമില്ല, പക്ഷേ ആ ടെക്സ്ചറിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇനി ബാക്കി പരത്തി വെച്ചിരിക്കുന്ന ബാക്കി അടയും കൂടി ഇതിനകത്തേക്ക് വയ്ക്കും. ഞാനിപ്പോൾ ഓരോ ഇലയിൽ 2 അട വെച്ചൊക്കെ പരത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയും ചെയ്തു. അപ്പോൾ ഇലയുടെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. വീണ്ടും അടച്ച് വീണ്ടും ഒരു 5-6 മിനിറ്റ് സമയം ഒന്ന് സ്റ്റീം ചെയ്യാം. തയ്യാറായ അട ഒരെണ്ണം എങ്ങനെയാണ് നമ്മൾ വിളമ്പുന്നത് നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് വെണ്ണ. അപ്പോൾ ഈ ചൂട് കൊണ്ട് തന്നെ വെണ്ണ ഇങ്ങനെ ഉരുക്കി ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ഈ വെണ്ണ കൂട്ടിയിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ ഈ വെണ്ണ വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കി ഇറങ്ങുന്ന ഈ വെണ്ണയിൽ യോജിപ്പിച്ചത് കഴിക്കുമ്പോൾ എന്തൊരു സ്വാദാണെന്നറിയാം. ആവശ്യത്തിന് മധുരം. ഇത് നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ലത്, ആരോഗ്യത്തിനും വളരെ നല്ലത്. അപ്പോൾ ബാക്കി നോമ്പടയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക ഈ ബ്രാഹ്മിൻസ് അട, ബ്രാഹ്മിൻസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സാവിത്രി നോമ്പ് അട. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമാണ്.